കോരിച്ചൊരിയുന്ന മഴയെ വകച്ചുമാറ്റി കാർമൽലാം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങളുടെ ട്രെയിൻ എത്തി. ബാംഗ്ലൂരിലെ സർജാപൂർ ബെല്ലന്തൂർ പരിസരത്തുള്ളവർക്ക് കുറഞ്ഞ സമയം കൊണ്ടെത്താവുന്ന ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. സമയം രാത്രി 10 മണി കഴിഞ്ഞതിനാൽ അധികം സൊറ പറഞ്ഞിരിക്കാതെ വേഗം തന്നെ ഉറങ്ങാൻ കിടന്നു. പിന്നെ ഈ കാഴ്ച കണ്ടാണ് പിറ്റേന്ന് എണീറ്റത്. തലേരാത്രിയിലെ കാലാവസ്ഥയിൽ നിന്നും തികച്ചും വിഭിന്നമായി നല്ല അടിപൊളി കാലാവസ്ഥ. മഴയുടെ ലക്ഷണമേയില്ല. കൊടൈക്കനാൽ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ട്രെയിൻ കുതിക്കുകയാണ്. അങ്ങ് ദൂരെ ചെറിയ മലകൾ കാണാം. അങ്ങനെ 7:30 ട്രെയിൻ കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഷെഡ്യൂൾ ടൈമിൽ നിന്നും അരമണിക്കൂർ ലേറ്റാണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 3 മണിക്കൂറുണ്ട് കൊടൈക്കനാലിലേക്ക്. 80 കിലോമീറ്ററേ ഉള്ളുവെങ്കിലും ഹിൽ സ്റ്റേഷൻ റോഡായത് കാരണം സമയമെടുക്കും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നിന്നാൽ കൊടൈക്കനാലിലേക്കുള്ള ബസ് കിട്ടും. തൊട്ടടുത്ത ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാമെന്ന് വെച്ചു. ആദ്യം വട പറഞ്ഞു, പിന്നെ ദോശ പറഞ്ഞു. നല്ല വിശപ്പായത് കൊണ്ടാണോ എന്നറിയില്ല, അടിപൊളി ടേസ്റ്റ്. അതിനിടയ്ക്ക് കുറച്ച് ടാക്സിക്കാർ വന്ന് ഞങ്ങളെ അപ്രോച്ച് ചെയ്തിരുന്നുവെങ്കിലും വേണ്ട, ബസ്സിൽ പോയിക്കോളാമെന്ന് പറഞ്ഞ് അവരെ മടക്കി. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബിൽ കൊടുക്കുമ്പോഴേക്ക് കൊടൈക്കനാൽ ബസ് വന്നു. വേഗം ചാടിക്കയറി. ബസ്സിൽ പ്ലേ ചെയ്യുന്നത് നല്ല കിടിലൻ തപ്പാങ്കൊത്ത് പാട്ടുകളാണ്. പാട്ടിൻ്റെ സെലക്ഷൻ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ആ പെൻഡ്രൈവ് വാങ്ങി കോപ്പി ചെയ്താലോ എന്ന് വരെ ആലോചിച്ചു. ഒരാൾക്ക് 99 രൂപയാണ് ഇവിടെ നിന്നുള്ള ടിക്കറ്റ് റേറ്റ്. അങ്ങനെ ഇരുഭാഗത്തെയും കാഴ്ചകൾ ആസ്വദിച്ച് ഞങ്ങൾ കൊടൈക്കനാൽ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. വലത് ഭാഗത്തിരുന്നത് കൊണ്ട് ഇടത് ഭാഗത്തെ ഡാമും വെള്ളപ്പൊക്ക കാഴ്ചകളും ശരിക്ക് കാണാൻ പറ്റിയില്ല. എന്നാൽ അധികം താമസിയാതെ വലത് ഭാഗത്തും നല്ല വ്യൂ കിട്ടിത്തുടങ്ങി. മൂന്ന് മണിക്കൂറിന് ശേഷം ഞങ്ങൾ കൊടൈക്കനാലെത്തി. ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് കൊടൈക്കനാലിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഗൂഗിൾ മാപ്പിൽ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ നോക്കി ഏകദേശം തൊട്ടടുത്ത് തന്നെ ബസ് ഇറങ്ങിയതിനാൽ അധികം നടക്കേണ്ടി വന്നില്ല. ഇതാണ് ഞങ്ങൾ മേക്ക് മൈ ട്രിപ്പിൽ ബുക്ക് ചെയ്ത ഹോട്ടൽ. ഒരു റൂമിന് ഏതാണ്ട് 1000 രൂപയോളമായി. ഹോട്ടലിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് കൊള്ളാം. ഇവർക്ക് അത്യാവശ്യം ഏരിയയുണ്ട്. പുറത്തുനിന്ന് ഹോട്ടലിന് നല്ല ലുക്കാണെങ്കിലും ഉള്ളിലെ കാര്യം പോരാ. എങ്കിലും ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാം. ഒന്ന് ഫ്രഷായി പുറത്തിറങ്ങുമ്പോഴേക്ക് 12 മണി കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നെ ലഞ്ച് കഴിച്ചിട്ട് നേരെ കോക്കേഴ്സ് വാക്കിലേക്ക് പോകാമെന്ന് കരുതി. പോകുന്ന വഴി കണ്ട ചെറിയൊരു ഹോട്ടലിൽ കയറി ലഞ്ച് കഴിക്കാനിരുന്നു. നല്ല തൂവള്ള ചോറും ചിക്കൻ ഫ്രൈയും മീൻ കുളമ്പും സാമ്പാർ കുളമ്പും വേറെയും എന്തൊക്കെയോ കുളമ്പുകളും ചേർത്തൊരു പിടിയങ്ങ് പിടിച്ചു. ലഞ്ചിന് ശേഷം കോക്കേഴ്സ് വാക്കിലേക്ക് നടക്കുമ്പോഴാണ് ബ്രാന്ത് പാർക്ക് കണ്ടത്. എന്നാൽ പിന്നെ അവിടെ കയറിയേക്കാമെന്ന് വെച്ചു. ബ്രാന്ത് അല്ല കേട്ടോ, ശരിക്കും ബ്രിയാന്ത് എന്നാണ് പ്രൊണൗൺസിയേഷൻ. മനോഹരമാണ് ഈ പാർക്ക്. ശരിക്കും ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പാർക്ക്. 20 ഏക്കറാണ് ഇതിൻ്റെ വലിപ്പം. നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ പാർക്കിൻ്റെ തൊട്ടടുത്താണ് കൊടൈക്കനാൽ ലേക്കും കോക്കേഴ്സ് വാക്കും. ഞങ്ങൾ എന്തായാലും ലേക്കിലേക്ക് ഇപ്പോൾ ഇല്ല, വൈകുന്നേരമേ പോകുന്നുള്ളൂ. കുറേ ഫോട്ടോ എടുപ്പും മറ്റുമായി ഇവിടെ അങ്ങനെ കുറച്ചു നേരം ചുറ്റിക്കറങ്ങി. അപ്പോഴേക്ക് കോട ഇറങ്ങി തുടങ്ങിയിരുന്നു. ഇനി അധികം താമസിച്ചാൽ കോക്കേഴ്സ് വാക്കിൽ കോട ഇറങ്ങുകയും ഒന്നും കാണാൻ സാധിക്കില്ല എന്നുള്ളതിനാലും പാർക്കിലെ കറക്കം നിർത്തി നേരെ കോക്കേഴ്സ് വാക്കിലേക്ക് വിട്ടു. ഇതും പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, നടക്കാവുന്ന ദൂരമേയുള്ളൂ. പേടിച്ചതുപോലെ ഞങ്ങൾ എത്തിയതും കോടയും എത്തി. കോട ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണാനൊന്നുമില്ലല്ലോ, കംപ്ലീറ്റ് കോട മാത്രം. എന്നിരുന്നാലും ആ കാലാവസ്ഥയിൽ നല്ല ഫ്രഷ് ക്യാരറ്റും ചൂട് കടലയും തിന്ന് അവിടെ നടക്കാൻ നല്ല രസമായിരുന്നു.
1 കിലോമീറ്റർ നീളമുണ്ട് കോക്കേഴ്സ് വാക്കിന്. 10 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഒരു സൈഡിൽ നിന്നും തുടങ്ങി മറ്റേ സൈഡിൽ എക്സിറ്റ് ചെയ്യാം. ഒരു സൈഡിൽ വ്യൂവും മറ്റേ സൈഡിൽ ഉടനീളം പലതരം കച്ചവടക്കാരുമാണ് ഇവിടെ. ഭാഗ്യമുണ്ടെങ്കിൽ മേഘങ്ങളെ തൊട്ട് താഴെയായി കാണുന്ന തരത്തിലുള്ള വ്യൂ കിട്ടും ഇവിടുന്ന്. കോക്കേഴ്സ് വാക്കിൽ നിന്ന് ഇറങ്ങി ചായയും കുടിച്ച് ചെറിയൊരു ഷോപ്പിങ്ങും ചെയ്യുമ്പോഴേക്ക് കാലാവസ്ഥ ആകെ മാറി. മാനമിരുണ്ടു. അധികം താമസിയാതെ നല്ല പൊരിഞ്ഞ മഴ തുടങ്ങി. ഏകദേശം 1 മണിക്കൂറോളം ഇവിടെ പോസ്റ്റ് അടിച്ചു. മഴ ഒന്ന് നിന്നപ്പോഴൊക്കെ നേരെ ലേക്കിലേക്ക് നടന്നു. സൈക്ലിംഗ് ആണ് ലക്ഷ്യം. അങ്ങനെ കൊടൈക്കനാലിലെ ഫേമസ് ആയ ഡബിൾ സൈക്കിളും സാധാ സൈക്കിളും ഓടിച്ച് അന്നത്തെ ദിവസത്തിൻ്റെ ബാക്കി നേരം ലേക്ക് പരിസരത്ത് തന്നെ ചിലവഴിച്ചു. രാവിലെ 6 മണിക്ക് കൊടൈക്കനാൽ സിറ്റിയിലൂടെയുള്ള നടത്തത്തിലൂടെയാണ് ഞങ്ങളുടെ 2ാമത്തെ ദിവസം തുടങ്ങിയത്. കോക്കേഴ്സ് വാക്ക് തുറന്നിട്ടില്ലായിരുന്നുവെങ്കിലും അതിന് തൊട്ടടുത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് കിടിലൻ ചായ കിട്ടി. പിന്നെ ഏകദേശം 2 മണിക്കൂർ കൊടൈക്കനാൽ നടന്ന് കണ്ടു. ഇന്നാണ് മന്നവന്നൂർ ലേക്കിലേക്ക് പോകുന്നത്. പോവാനുള്ള കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് റൂമിലേക്ക് എത്തുമ്പോഴേക്ക് സൺഡേ മാർക്കറ്റ് ഉണർന്നിരുന്നു. കൊണ്ടുപോകാനായി കുറച്ച് ഫ്രഷ് ക്യാരറ്റ് വാങ്ങി. പറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങളുടെ ഡ്രൈവർ സെൽവം എത്തി. അങ്ങനെ ഞങ്ങളുടെ മന്നവന്നൂരിലേക്കുള്ള യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിക്ക് 150 വർഷം പഴക്കമുള്ള ചർച്ചിലൊന്ന് കയറി അപ്പർ ലേക്ക് വ്യൂവും കണ്ടു. പിന്നെ പോകുന്ന വഴിക്കുള്ള പൈൻ ഫോറസ്റ്റും കണ്ടു. സാധാരണ ഡെയിലി ടൂർ പാക്കേജിലുള്ള പൈൻ ഫോറസ്റ്റ് അല്ല ഇത്. അതിനാൽ തന്നെ മറ്റാരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. മന്നവന്നൂർ പോകുന്ന വഴിക്കുള്ള പളനി വ്യൂ കോട നിറഞ്ഞത് കാരണം കാണാൻ പറ്റിയില്ല. ഈ റൂട്ടിലുള്ള 2-3 സ്ഥലങ്ങളും പോകുന്ന വഴിയിൽ കണ്ടിരുന്നു. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ മന്നവന്നൂർ എത്തി. അപ്പോഴേക്ക് ദേ വീണ്ടും മഴയും എത്തി. നേരെ പോയതൊരു ഷീപ്പ് ഫാമിലേക്കായിരുന്നു. ഫാമിനകത്ത് കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നെങ്കിലും അതിന് പുറകോട്ട് വന്ന് നോക്കിയ ഞങ്ങളെ കാത്തിരുന്ന ഒരു കിടിലം സ്ഥലമായിരുന്നു. മനോഹരമായ മന്നവന്നൂർ ലേക്കിലേക്കുള്ള ഒരു വ്യൂ പോയിന്റ്. ശരിക്കും സ്വർഗമെന്ന് പറയാം. ഇത് തന്നെയായിരുന്നു ഈ ട്രിപ്പിൻ്റെ ഹൈലൈറ്റും. അതിമനോഹരമായ സ്ഥലം. അപ്പോഴേക്ക് മഴയും മാറി. പിന്നെ ആ ഭംഗി ആസ്വദിച്ച് ഞങ്ങളവിടെ കുറച്ചു നേരം നിന്നു. അത് കഴിഞ്ഞ് നേരെ മന്നവന്നൂർ ലേക്കിലേക്ക് പോയി. ബോട്ടിംഗ് അവൈലബിൾ ആണ് ഇവിടെ. അവിടെയും ഞങ്ങൾ ഒരുപാട് സമയം ചെലവഴിച്ചു. അപ്പോഴേക്ക് വീണ്ടും നല്ല മഴ. അങ്ങനെ ഈ കാറിൽ തന്നെ കൊടൈക്കനാൽ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറക്കിത്തരാൻ സെൽവണ്ണനോട് പറഞ്ഞു. മടങ്ങിപ്പോകുന്ന വഴിക്ക് കൊടൈക്കനാലിൽ നിന്ന് കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും വാങ്ങി. ഇതിനിടയ്ക്ക് മിസ്സായ ഒരു സ്ഥലം വട്ടക്കനാലാണ്. ഒരു ദിവസം കൂടി ഉണ്ടെങ്കിൽ അവിടെ പോകാൻ പറ്റുമായിരുന്നുള്ളൂ. അടുത്ത വട്ടം വരുമ്പോൾ എന്തായാലും അവിടെ പോകണം. ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ ഹൈലൈറ്റ് മന്നവന്നൂർ ആയിരുന്നു. കൊടൈക്കനാൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലം. ഐഡിയലി കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് 3 days അത്യാവശ്യമാണ്. മിക്ക മലയാളികളും കൊടൈക്കനാൽ കണ്ടിട്ടുണ്ടാവും. എങ്കിലും മന്നവന്നൂർ കാണാത്തവരുണ്ടെങ്കിൽ അവിടെ പോകണം. അതൊരു സ്വർഗമാണ്.